കേന്ദ്ര സർക്കാരിൻ്റെ നോഡൽ ഓഫീസറാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് പലിശരഹിതമായിട്ട് നമുക്ക് പൈസ തരാമെന്നും പറഞ്ഞുകൊണ്ട് 18 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. 1,80,00,000 രൂപ. അതിൻ്റെ 10% 18 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്തിരുന്നത്. അജികുമാറിൻ്റെ പേരിലുള്ള ചെക്ക് SBIയുടെ ഒരു ചെക്ക് തന്നു. ഞാൻ ആ ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു. പക്ഷേ അത് ബൗൺസ് ആകുകയായിരുന്നു. എനിക്ക് പറ്റിയോട്ടൊരു അബദ്ധം വേറൊരാൾക്ക് ഇനി ഇങ്ങനൊരു കളിപ്പീര് പറ്റരുത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വളരെ ചാനൽ ചർച്ചയിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പലിശരഹിത വായ്പ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി കബളിപ്പിച്ചതായി പരാതി. മല്ലപ്പള്ളി സ്വദേശിയായ ജോബി തോമസ് വർഗീസാണ് പരാതി നൽകിയിരിക്കുന്നത്. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിൽ നിന്നും 18 ലക്ഷം രൂപയാണ് പത്തനംതിട്ട റാന്നി സ്വദേശിയായ അജി ബി റാന്നി എന്നറിയപ്പെടുന്ന ആൾ വാങ്ങിയെടുത്തത്. ഒരു വർഷത്തോളമായി ഈ തുക വാങ്ങി. പിന്നീട് പലിശ രഹിത വായ്പയുമില്ല, ഈ പണവുമില്ലാത്ത സാഹചര്യമാണ്. തുടർന്ന് ജോബി പോലീസിൽ സമീപിക്കുകയും കീഴ്വാർപ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് ഇത്രയും രൂപ അയാൾ വാങ്ങിയത്? ഞാൻ ഇതുകൂട്ട് എൻ്റെ മലപ്പള്ളിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഈ അജി ബി റാന്നിയെ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ ടൂറിസം ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ നോഡൽ ഓഫീസറാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പലിശരഹിതമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് എന്ത് പദ്ധതിയിലാണ് വയനാട് ടൂറിസം ഡെവലപ്മെൻ്റ് ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് പലിശരഹിതമായിട്ട് നമുക്ക് പൈസ തരാമെന്നും പറഞ്ഞുകൊണ്ട് അതിന് ഇനീഷ്യലായിട്ട് നമ്മൾ DPR ഫണ്ടെന്നും പറഞ്ഞുകൊണ്ട് ടോട്ടൽ എമൗണ്ടിൻ്റെ 10% നമ്മൾ ആദ്യമേ കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ സമീപിക്കുന്നത്. അപ്പം ഞാൻ ഈ അജി ബി റാന്നിയെ ഞാൻ ട്രിവാൻഡ്രത്തെ അവരുടെ ഹിൽഡീഫ് ചാരിറ്റബിൾ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ പോയി ആളെ മീറ്റ് ചെയ്തു. അപ്പോൾ ആൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു 45 ദിവസം കൊണ്ട് നമുക്ക് പൈസ തരും. അത് 48 തവണയാക്കി ഇൻട്രസ്റ്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്ത് അത് അക്കൗണ്ടിൽ തിരികെ അടച്ചാൽ മതി. പിന്നെ അത് നമ്മൾ കൃത്യമായിട്ട് 24 തവണ അടച്ചു കഴിഞ്ഞാൽ അതിനൊരു 30% സബ്സിഡിയും നമുക്ക് തരുമെന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ ഞാൻ 18 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഈ ഹിൽഡീഫ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക്, കളമശ്ശേരി ആക്സിസ് ബാങ്ക് ആയിരുന്നു, അതിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ റീസൺസും പറഞ്ഞ് ഇങ്ങനെ അത് നീട്ടിക്കൊണ്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം 1 വർഷം കഴിഞ്ഞ് 1 വർഷവും 3 മാസമായി. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എനിക്കിതിനകത്ത് താല്പര്യമില്ല, എൻ്റെ പൈസ എനിക്ക് റിട്ടേൺ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് തിരിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് ട്രിവാൻഡ്രത്ത് വിളിച്ചിട്ട് എനിക്കൊരു ചെക്ക്, അജികുമാറിൻ്റെ പേരിലുള്ള ചെക്ക് SBIയുടെ ഒരു ചെക്ക് തന്നു. ഞാൻ ആ ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു. പക്ഷേ അത് ബൗൺസ് ആകുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫോൺ എടുക്കാതെയായി. അത് കഴിഞ്ഞ് അടൂരിലുള്ള ഈ അജികുമാറിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫുണ്ട്, ബിനീഷ് എന്ന് പറയുന്ന ആളെ വിളിച്ചാലും ആളെ എടുക്കത്തില്ല ഫോണ്. പിന്നെ എപ്പോഴേലുമൊക്കെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ പൈസ ആയിട്ടുണ്ട്, അത് തിരിച്ചു തരാം ഉടനെ തന്നെ. അങ്ങനെ പറയുന്നതല്ലാതെ പിന്നെ നമുക്ക് കോൺടാക്റ്റ് ഒന്നും ചെയ്യാനൊരു മാർഗ്ഗമില്ല. അങ്ങനെയാണ് ഞാൻ കീഴ്വായ്പൂർ സ്റ്റേഷനിൽ ഞാനൊരു പരാതി ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ അത് അവർ അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുകൂട്ടൊരു ചാനലിൽ ഞാൻ ഇതുകൂട്ട് ന്യൂസ് കൊടുത്തായിരുന്നു. അപ്പം അത് ഈ അജികുമാർ പലരെയും കൊണ്ട് വിളിപ്പിച്ച് സ്വാധീനം ചെലുത്തി ആ ന്യൂസ് റിമൂവ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആളുടെ ഒരാൾ ഈ അടൂരിലുള്ള ആൾ ശ്യാമെന്ന് പറയുന്ന ഒരാളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഇപ്പം ന്യൂസൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം എനിക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് പറ്റിയോട്ടൊരു അബദ്ധം വേറൊരാൾക്ക് ഇനി ഇങ്ങനൊരു കളിപ്പീര് പറ്റരുത്. അവന് ഈ അജി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ചാനലുകളിലുള്ള പല പേരിൽ, ഇപ്പോൾ അശ്വന്ത് ഭാസ്കർ എന്നും പറഞ്ഞുകൊണ്ട് ശബരിമല റെയിൽവേയുടെ പദ്ധതിയാണെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ സെക്രട്ടറിയോ ആരാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസൊക്കെ ചാനലുകളിലൊക്കെ കാണുന്നുണ്ട്. പേര് മാറിയൊക്കെയാണ് പല ചാനലുകളിലും പല ഇതിൻ്റെ അതോറിറ്റിയിൽ നിൽക്കുന്ന ആളാണെന്നും പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ഉണ്ട്. അപ്പം വേറൊരാൾക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റരുത്. താങ്കൾ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണോ? അതെ, ഞാൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ. അങ്ങനെയാണ് നിങ്ങൾ താങ്കളുടെ അടുത്ത് സമീപിക്കുന്നത്? അതെ, അങ്ങനെയാണ് എൻ്റെ അടുക്ക് സമീപിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണോ ഈ നിങ്ങൾ വിശ്വസിച്ചു പോയത്? അതെ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് പിന്നെ പല ഉന്നത നേതാക്കളുടെ കൂട്ടത്തിലുള്ള ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ നമ്മളെ കാണിച്ച്
വിശ്വസിച്ച് അങ്ങനെയാണ് നമ്മളെ വിശ്വാസം നമ്മൾ ആർജിച്ചത്. മാത്രമല്ല ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതെ, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വളരെ ചാനൽ ചർച്ചയിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വസിച്ച് കൊടുത്തു. പലരും ഇങ്ങനെ ഇതുപോലെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്. പക്ഷേ ഇത് അതുപോലെ നിങ്ങളെ ക്യാൻവാസ് ചെയ്തു. അതെ, അതുപോലെ നമ്മളെ വിശ്വസിപ്പിച്ചു. എന്നിട്ട് എൻ്റെ ഈ മലപ്പള്ളിയിൽ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ആശ്വാസ് മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്ന ഒരു ശ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പം പുള്ളി പറഞ്ഞത് ഇതുകൂട്ട് പുള്ളിയുടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഇവരുടെ എടുക്കൽ പൈസ വെച്ചിട്ട് ഇവർക്ക് 15 ദിവസം എന്ന് പറഞ്ഞ് 9-ാം ദിവസം ഇവർക്ക് പൈസ കൊടുത്തു. അതിൻ്റെ പേരിൽ ഈ ശ്യാം എന്ന് പറയുന്ന ആൾക്ക് അതിന് കമ്മീഷനും കിട്ടി എന്ന് അത്ര ഗ്യാരണ്ടിയാണ്. കളിപ്പിച്ചുകൊണ്ട് പോകത്തില്ല, 100% ഉറപ്പാണെന്ന് ഉള്ള രീതിയിൽ പറഞ്ഞാണ് നമ്മളെ ഇതിനകത്ത്. നിങ്ങളുടെ എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നുണ്ടോ? ബിസിനസ്സുകളൊക്കെ ഇപ്പം വളരെ മോശമാണ്. ആകപ്പാടെ ഞാനൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇത്തരത്തിലുള്ളവരാണ് നമ്മുടെ മൊത്തത്തിൽ തകർത്ത് കളയുന്നത്. ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഏതായാലും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പലിശരഹിതമായി വായ്പ നൽകാമെന്ന് പറഞ്ഞു. എത്ര രൂപ വായ്പ നൽകാമെന്നാണ് പറഞ്ഞത്? 1,80,00,000 രൂപ തരാമെന്നാണ് പറഞ്ഞത്. ഒരു എമൗണ്ടാണ് നിങ്ങൾ കൊടുത്തത്? അതെ, അതിൻ്റെ 10% 18 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്തിരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,80,00,000 രൂപ പലിശരഹിതമായുള്ള വായ്പ നൽകാമെന്ന് പറഞ്ഞാണ് അശ്വന്ത് ഭാസ്കർ എന്നറിയപ്പെടുന്ന അജി ബി റാന്നി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. ജോബി എന്ന വ്യക്തിയിൽ നിന്നും 18 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ വാങ്ങിയത്. 1 വർഷത്തോളമായിട്ടും അതേക്കുറിച്ച് യാതൊരു പ്രതികരണവുമില്ലാത്തതിനെ തുടർന്നാണ് ജോബി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. കീഴ്വായ്പൂർ പോലീസ് ഏതായാലും ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മല്ലപ്പള്ളിയിൽ നിന്നും ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി.